സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും കണ്ണീർ കാഴ്ചയായി PSC റാങ്ക് ഹോൾഡേഴ്സ്. രാപ്പകൽ സമരത്തിനിടെ മണ്ണ് വാരിത്തിന്ന് പ്രതിഷേധം. LPSC റാങ്ക് ഹോൾഡേഴ്സാണ് സമരവുമായി രംഗത്തെത്തിയത്. റാങ്ക് ലിസ്റ്റിൽ മുന്നിലുള്ളവർക്ക് പോലും നിയമനം കിട്ടിയിട്ടില്ല എന്നാണ് പരാതി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPSC ഉദ്യോഗാർത്ഥികൾ നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ഇന്ന് 9ാമത്തെ ദിവസം ആവുകയാണ്. ഇന്നിപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സമരം വളരെ വലിയൊരു രീതിയിലേക്ക് കടുപ്പിച്ചിരിക്കുകയാണ്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവിടെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇലയിൽ മണ്ണ് വാരിയിട്ട് തിന്നുന്ന കാഴ്ചകളാണെന്ന് നമ്മൾ കണ്ടത്. PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മണ്ണ് തിന്നുന്നു. PSC ഉദ്യോഗാർത്ഥികൾക്ക് മണ്ണല്ലാതെ വേറൊന്നും തിന്നാനില്ലേ? മണ്ണ് തിന്നാൻ താല്പര്യമുള്ളവർ മണ്ണ് തന്നെ തിന്നട്ടെ. അതിനിപ്പോൾ നമ്മളെന്ത് വേണം അല്ലേ? കോക്രോച്ചുകൾ ഇടപെടത്തില്ല. അല്ല, കോക്രോച്ചുകൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കേരളത്തിലുള്ളവർക്കെല്ലാം PSC ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് കോക്രോച്ചുകളുടെ ഉത്തരവാദിത്വം. കോക്രോച്ചുകൾ അതിലൊന്നും ഇടപെടാൻ കിട്ടുന്നവരല്ലെന്നേ. അത് നീറ്റ് പോലുള്ള പരീക്ഷകളിലെ കോക്രോച്ചുകൾ ഇടപെടുള്ളൂ. അതുപോലെ മമ്മൂട്ടി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ മമ്മൂട്ടിയുടെ ഐക്യദാർഢ്യം. മമ്മൂട്ടി നീറ്റ് പരീക്ഷയിലേക്ക് ഇടപെടുള്ളൂ, അല്ല കേരള PSCയുടെ പരീക്ഷയിലൊന്നും മമ്മൂട്ടി ഇടപെടില്ല. അതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇത്തരത്തിൽ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കുറേ ദിവസമായി നമ്മുടെ കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ LP UP ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുകയാണ്. നിരാഹാര സമരം ഉൾപ്പെടെ അവർ ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ മണ്ണ് കഴിച്ചു, അല്ലെ ആഹാരത്തിന് പകരം മണ്ണ് കഴിച്ചു എന്ന് പറയുന്നൊരു വാർത്ത നമ്മൾ കാണുകയുണ്ടായത്. അപ്പോൾ ആ വാർത്ത കാണുമ്പോൾ ഇത്തരത്തിൽ ചിന്തിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ യുവജനത ഒന്നടങ്കം ചേർന്ന് അല്ലെങ്കിൽ യുവത്വം ഒന്നടങ്കം ചേർന്ന് പ്രതിഷേധിക്കുകയും ഡൽഹിയിൽ പ്രതിഷേധിക്കുകയും അത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമാവുകയും ആ പാർട്ടിയുടെ ലേബലിൽ പ്രതിഷേധം നടത്തുകയും ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പിന്തുണ നൽകിയും ആ സമരം വമ്പിച്ച വിജയമാവുകയും ആ സമ്മർദ്ദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ഉണ്ടായി. വളരെ നല്ല കാര്യം. അതിൽ ഞാൻ പിന്തുണയ്ക്കുന്നു, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യമുണ്ട്. ഈ വീഴ്ച എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള വീഴ്ചകൾ കേന്ദ്ര സർക്കാരിൽ മാത്രം സംഭവിക്കുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മറ്റൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിലെ ചീഫ് ഒരു തസ്തികയാണ്, ഒരു ഉന്നത തസ്തികയാണ് ചീഫ്. അത് വിവിധ തരം ചീഫുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ വൻ ക്രമക്കേടുകൾ നടന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന വാർത്ത ഇത്തരത്തിലാണ്. അതിൽ ആഭ്യന്തര ഇൻ്റേണൽ വിജിലൻസ് കണ്ടെത്തിയത് അതിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ്. കേരള PSCയിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും പഠിച്ചു വെച്ചിരിക്കുന്നത് കേരള PSC എന്ന് പറയുന്നത് വാച്ച് ഡോഗ് ഓഫ് ദ മെറിറ്റ് സിസ്റ്റം, മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽ നായ എന്നാണ് കേരള PSC അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആകമാനത്തിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ കേരളത്തിലെ മെറിറ്റ് സിസ്റ്റത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതുപോലെ കേരള PSCയിലെ തന്നെ ഒട്ടനവധി പരീക്ഷാ ക്രമക്കേടുകളാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാവുന്നതാണ് ഈ LP UP ഉദ്യോഗാർത്ഥികളുടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരമെന്ന് പറയുന്നത്. എന്താ ഇതിന് പാറ്റകളുടെ പിന്തുണ വേണ്ടേ? പാറ്റകൾ ഇതൊന്നും കാണത്തില്ലേ? കേരള PSCയിലെ ക്രമക്കേടുകളോ അല്ലെങ്കിൽ കേരളത്തിലെ പബ്ലിക് സർവീസുമായി ബന്ധപ്പെട്ട് കേരള PSCക്കും കേരളത്തിലെ സർക്കാരുകൾക്കും ഉണ്ടാവുന്ന വീഴ്ചകൾ പാറ്റകളുടെ ശ്രദ്ധയിൽപ്പെടില്ലേ? ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു വർഷമായിട്ടും വിവിധ ജില്ലകളിലെ 1ാം റാങ്കുകാരന് പോലും നിയമനം ലഭിക്കാത്തതൊന്നും കോക്രോച്ചുകളുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യമല്ലേ? അല്ലെങ്കിൽ കോക്രോച്ചുകൾക്ക് പിന്തുണ നൽകുന്ന മമ്മൂട്ടി, ടൊവിനോ തോമസ് തുടങ്ങിയ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടില്ലേ? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോക്രോച്ചുകൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പാറ്റകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ നിലവിലുള്ള സിസ്റ്റത്തിലെ പഴുതുകളും അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ പോരായ്മകളും
ചൂണ്ടിക്കാണിക്കുന്ന യുവ ജനതയോട് നമുക്ക് പിന്തുണയുണ്ട്, നമ്മളെല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട് ആ ഒരു രീതിയോട്. കാരണം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനം ഭരണകർത്താക്കളിൽ സൃഷ്ടിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ. അതായത് അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ വീഴ്ചയ്ക്കും അവർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുകയാണ്, അത് തൻ്റെ സ്ഥാനം തെറിപ്പിക്കുമെന്നുള്ളൊരു ബോധം ഏവർക്കും ഉണ്ടാക്കും. അത് നല്ല ഒരു മുന്നേറ്റം തന്നെയാണ്. പക്ഷേ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രമുള്ളതാണോ എന്നുള്ളതാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക പാർട്ടി ഭരിക്കുന്ന സർക്കാരിന് എതിരെ മാത്രമേ ഈ പ്രതിഷേധമുള്ളോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതങ്ങനെ അല്ല എന്ന് കോക്രോച്ചുകൾ തെളിയിക്കേണ്ടതാണ്. അത് കോക്രോച്ചുകൾക്ക് തെളിയിക്കാൻ പറ്റുന്ന ശരിയായ ഒരു മേഖലയാണ് കേരള PSC അല്ലെങ്കിൽ കേരളത്തിലെ പബ്ലിക് സർവീസ് എന്ന് പറയുന്നത്, പൊതു സേവന മേഖല എന്ന് പറയുന്നത്. അത് കേരള PSCയുടെ ക്രമക്കേടുകളായാലും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതിലൂടെ റാങ്ക് ലിസ്റ്റുകൾ ശവപ്പറമ്പാകുന്ന മേഖലയിലായാലും കോക്രോച്ചുകൾക്ക് യഥാസമയം യഥാരീതിയിൽ ഇടപെടാൻ പറ്റുന്ന നല്ല ഒരു വിഷയമാണ് ക്രമക്കേടുകളും ഈ റാങ്ക് ലിസ്റ്റുകളുടെ ഈ അവസ്ഥയും ശോചനീയ അവസ്ഥയും. എത്രത്തോളം യുവജനതകൾ അല്ലെങ്കിൽ യുവജനങ്ങൾ ഇതിൽ പങ്കാളികളാകും അല്ലെങ്കിൽ പിന്തുണ അർപ്പിക്കും, സെലിബ്രിറ്റികൾ എത്ര പേര് ഇതിൽ പിന്തുണ അർപ്പിക്കുമെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഈ കോക്രോച്ചുകൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ചെറുപ്പക്കാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇത്രമാത്രമാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിനെതിരെ മാത്രമല്ല, ഒരു സിസ്റ്റത്തിനെതിരെ മാത്രമല്ല പ്രതിഷേധിക്കേണ്ടത്. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് ഗവൺമെൻറ്റും ആയിക്കോട്ടെ, ആർജവത്തോടുകൂടി, ആവേശത്തോടുകൂടി, ധൈര്യത്തോടുകൂടി ഏതൊരു വിഷയത്തിലും ഇടപെട്ട് പ്രതിഷേധിക്കുവാൻ കോക്രോച്ചുകൾക്ക് കഴിയണം. അതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ കോക്രോച്ചുകൾ നിർബന്ധമായും ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ, കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങൾ മണ്ണ് തിന്നാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം നമ്മൾ പൊളിച്ചെഴുതേണ്ടതാണ്. അതിന് നിങ്ങൾ കോക്രോച്ചുകൾ നിർബന്ധമായി ഇവരെ പിന്തുണയ്ക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങൾ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ ഏതൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, ഏതൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കെടുകാര്യസ്ഥതകളും വീഴ്ചകളും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു യുവജന സംവിധാനമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ നോക്കാതെ തന്നെ ഏതൊരു സംവിധാനത്തിൻ്റെ വീഴ്ചകൾക്കെതിരെയും നിങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിഷയമാണ് ഈ LP UP റാങ്ക് ലിസ്റ്റിലെ കുട്ടികളുടെ ഈ അവസ്ഥ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കേരള PSCയിലെ ഈ ക്രമക്കേടുകളും. അപ്പോൾ അതിൽ നിങ്ങൾ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മേഖലയിൽ ചിലപ്പോൾ ഒരു മുൻകാല അറിവോ പ്രാവീണ്യമോ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല നിങ്ങളിൽ പലർക്കും, അല്ലെ നിങ്ങളുടെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് നയിക്കുന്നവർക്ക് പലർക്കും, കേരളത്തിൽ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി നയിക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ചിലപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം അവരുടെ കർമ്മമണ്ഡലമല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കിതിലുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പൊതു സർവീസിലെ ഈ കെടുകാര്യസ്ഥകൾ അല്ലെങ്കിൽ ഈ അലംഭാവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഇടപെടേണ്ടത്, നിങ്ങൾ എന്ത് കാര്യത്തിലാണ് പ്രതിഷേധിക്കേണ്ടത് എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാവുന്നതാണ്. നമുക്ക് അത് നേരിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ PK ലേണിങ്സിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ കണക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഞാൻ കോക്രോച്ചുകളോടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഈ മേഖലയിൽ ഇടപെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യവും ആ ഒരു കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്കത് ബ്രീഫ് ചെയ്ത് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്നെ കൃത്യമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ളത്, കേരള PSC LP UP റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും PK ലേണിങ്സിൻ്റെ ചീഫ് അക്കാഡമിക് ഓഫീസർ എന്നുള്ള നിലയിൽ
ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയാണ്. PK ലേണിങ്സിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും PK ലേണിങ്സ് എന്ന എൻറ്റയർ സംവിധാനവും നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കോക്രോച്ചുകളുമായി സംസാരിക്കാമെന്ന് കരുതിയിരിക്കുന്നത്. ഈ മേഖലയിലെ, അതായത് പബ്ലിക് സർവീസ് സെക്ടറിലെ, ഈ പൊതുസേവന മേഖലയിലെ എല്ലാ കെടുകാര്യസ്ഥകളും, എല്ലാ വീഴ്ചകളും, എല്ലാ അലംഭാവങ്ങളും കൃത്യമായിട്ട് കോക്രോച്ചുകളിലെ പ്രതിനിധികൾക്ക് ഞാൻ ബ്രീഫ് ചെയ്ത് നൽകുന്നതാണ്, അവർ എന്നെ ബന്ധപ്പെടുന്ന മുറയ്ക്ക്. അപ്പോൾ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ LP UP ഉദ്യോഗാർത്ഥികളോട് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ സമരം വിജയിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി.